ഹായ് ഹലോ. ഇനി ഞാൻ വന്നിരിക്കുന്ന ഒരു ഗാർലൻഡ് പ്രിസർവേഷനായിട്ടാണ് യൂസിങ് റെസിൻ. ക്രാഫ്റ്റ് വർക്കിൽ എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു വർക്കാണ് റെസിൻ എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് റെസിൻ ചെയ്ത് പഠിച്ചതും എൻ്റെ സ്വന്തം വെഡ്ഡിങ് ഹാരത്തിലാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ കസിൻ്റെ വെഡ്ഡിങ് ഹാരത്തിലാണ്. അപ്പോൾ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് ഞാൻ ചെയ്ത വർക്കിൽ കുറച്ചും കൂടി ബെസ്റ്റായിട്ടുള്ളതെണ്ണം തന്നെ കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 എംബ്രോയ്ഡറി ഹൂപ്പും അതിൻ്റെ അടിയിൽ ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റുമാണ്. ഈ ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബൊക്കെയൊക്കെ കവർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ആ ടൈമിൽ എനിക്ക് നല്ല സംശയമായിരുന്നു ഇത് റെസിനിൽ വർക്കൗട്ട് ആവുമോ എന്നുള്ളത്. പക്ഷേ എംബ്രോയ്ഡറി ഹൂപ്പ് ആയതുകൊണ്ട് അടിയിലൊരു ബേസ് കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തോ വരട്ടെ എന്ന് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഒരു ഷീറ്റ് ഇട്ടിട്ടാണ് ഞാൻ ചെയ്തത്. റിസ്ക് എടുക്കാൻ വയ്യല്ലോ. ബിക്കോസ് ഞാനൊരു സ്റ്റോറി പറയാം. ഇതിന് മുമ്പ് ചെയ്തൊരു വർക്കാണ്. അതൊരു ഹാർട്ട് മോൾഡായിരുന്നു. ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മോൾഡ് ആയതുകൊണ്ട് ഞാൻ ബേസൊക്കെ ഒഴിക്കാതെ ഡയറക്റ്റ് ഫ്ലവർ ഇട്ട് റെസിൻ ഒഴിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ലായിരുന്നു. ആ മോൾഡൊന്നും കാണുന്നില്ല, എല്ലാം കൂടി ഇങ്ങ് പൊങ്ങി വന്നേക്കുകയായിരുന്നു. അതൊന്ന് തൊടാൻ പോലും നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് ചൂടായിരുന്നു. ബിക്കോസ് ഈ റെസിൻ ഒരു കെമിക്കലാണ്. അത് കുറച്ച് കഴിഞ്ഞ് ഞാൻ എടുക്കുന്നതനുസരിച്ച് എൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ മാറ്റൊക്കെ കീറിപ്പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ റെസിൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും മാസ്കൊക്കെ ഇട്ട് ഗ്ലൗസൊക്കെ ഇട്ട് വേണം ചെയ്യാൻ. ആൻഡ് പ്രത്യേകിച്ച് നമ്മുടെ ഡ്രസ്സിലാവാതിരിക്കാൻ നോക്കുക. ഡ്രസ്സിലായിക്കഴിഞ്ഞാൽ അത് പോകത്തേയില്ല. അന്ന് ഞാൻ കുറച്ച് ഫ്ലവർ മാറ്റി വെച്ചതുകൊണ്ട് എനിക്കത് പിന്നെയും ചെയ്യാൻ പറ്റി. അതും ഒരു നല്ല വർക്കായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ എല്ലാത്തിനും വെച്ച് ഈ ഒരു വർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.